വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അൻസാരി സുഹരിയെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശം രീതിയിൽ ബോഡി ഷേമിംഗ് നടത്തിയ ഒരാളാണ് സുലൈമാൻ എന്നുള്ള മാരിയോ. ആ മാരിയോൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ പച്ചക്ക് വർഗീയത പറയാം. നമ്മുടെ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളും ഇല്ല. ഇതുപോലെ വർഗീയത പറയുന്നത് ഒറ്റ ലക്ഷ്യമുള്ളൂ. അൻസാരി സുഹരി ഉസ്താദിനോട് ഏറ്റുമുട്ടിയിട്ട് ഒരു നിലക്കും രക്ഷയില്ല, വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ചു. ആ ദേഷ്യത്തിന് ഇപ്പം മുസ്ലിങ്ങളുടെ നെഞ്ഞത്തേക്ക് കയറിക്കാം. എന്നിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് തെമ്മാടത്തിലും പറയാം. കാരണം എന്താണെന്നറിയോ? കേസ് എടുക്കൂല എന്നുള്ള ധൈര്യം തന്നെ. നിങ്ങളൊന്ന് കേട്ടോക്കി ആൾ പറയണത്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് സാക്ഷാൽ ഈ മുസ്ലിം സമുദായം അവരെ വിളിക്കുന്ന വിളികൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇന്ത്യയിലെ ജനിച്ച ഹൈന്ദവരായ മനുഷ്യർ, ഭാരതീയരായ മനുഷ്യർ പല ജാതിയുടെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോഴും അവർക്ക് വിമോചനം കൊടുക്കാൻ വേണ്ടി ഈ തെറ്റുകാരായ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. വെറും നുണയാണ്. അത് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അല്ല എങ്കിലും വെസ്റ്റേൺ ആളുകളും ഇയാളെ സത്യം പറഞ്ഞാൽ പണ്ടൊരു ദാരിമയായിരുന്നു. അന്ന് വെളിയങ്കോട് ഉമർക്ക് അതിൻ്റെ കവിത ഒക്കെ അറിയാലോ. അതൊക്കെ വെച്ചിട്ട് കാച്ചാണ്. ഭാര്യ ഇട്ടെറിഞ്ഞു പോയി, മക്കളിട്ടെറിഞ്ഞു പോയി. മക്കൾ വിളിച്ച വാക്കൊക്കെ പച്ച തെറിയാണ് ഇയാൾക്കെതിരെ പറഞ്ഞത്. അതിൻ്റെ ദേഷ്യം തീർക്കുന്നത് ഇപ്പോൾ ആരോടാണ്? അൻസാരി ഉസ്താദിനോട്. അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഒരു ചെങ്ങായി ഒരു വീഡിയോയിൽ പറഞ്ഞ് ഈ മുസ്ലിങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും വാങ്ങി വെക്കുന്നത്, മുസ്ലിങ്ങൾ പണം കൊണ്ട് ഇങ്ങനാക്കാണ്. അപ്പോൾ അൻസാരി ഉസ്താദ് വളരെ നല്ല രീതിയിൽ ഒരു വീഡിയോ ഇട്ടു. നിങ്ങളും പണം കൊണ്ട് വാങ്ങിച്ചോളേ, അല്ലാതെ നിങ്ങൾ പണം പെട്ടി സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പി പോരാനേ പറ്റുള്ളൂ. ആ പ്രയോഗത്തെ മാത്രം ഇയാൾ പിടിച്ചൊരു വീഡിയോ ആക്കി ഭാരതത്തിൻ്റെ പണത്തിനെ അപഹസിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അൻസാരി ഉസ്താദിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു. അതോടുകൂടി അൻസാരി ഉസ്താദ് തിരിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇയാൾ വീണ്ടും അപ്പോൾ അൻസാരി ഉസ്താദ് പറഞ്ഞ് ഞാൻ നിങ്ങളെ കളിയാക്കണില്ല, കാര്യങ്ങളല്ലെങ്കിൽ നിങ്ങളെ ഭാര്യ ഒഴിവാക്കി, മക്കൾ ഒഴിവാക്കി, നിങ്ങളെ ടെൻഷനിലാണ്, ഞാൻ നിങ്ങളെ കുറച്ചും കൂടി വേദനിപ്പിക്കണില്ല. വളരെ സരസമായിട്ടാണ് അൻസാരി ഉസ്താദ് പറഞ്ഞത്. അതോടുകൂടി ഇയാൾ വീണ്ടും ഹാലിളകിയിട്ട് അൻസാരി ഉസ്താദിനെ ബോഡി ഷേമിംഗ് നടത്തി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വരെ കളിയാക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞത്. അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നത്. പണ്ട് ഇയാൾ സ്നേഹവും മറ്റവും പ്രണയമൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സ്നേഹത്തിൻ്റെ നറുകൂടായിരുന്നു. ഇപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള വർഗീയത ഇത് പണ്ട് ആര് പറഞ്ഞിരുന്നു വെച്ചാൽ നമ്മുടെ പുഴുക്കാട്ടിൽ ഉസ്താദല്ലേ, സക്കാഫി ഉസ്താദ്, മൂപ്പര് കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ദാരിമിയായിട്ട് മാറിയ സമയത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യം ഉണ്ടാവും. എന്നാൽ ഈ 6-ാം നൂറ്റാണ്ടുകാർ ഇവിടെ വന്നിട്ട് എന്നും ഹൈന്ദവരെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അവർ നല്ല വസ്ത്രം ഇട്ടാൽ കുറ്റം, അവർ വസ്ത്രം ഇട്ടില്ലെങ്കിൽ കുറ്റം, നല്ല ഭക്ഷണം കഴിച്ചാൽ കുറ്റം, അവർ വിഗ്രഹങ്ങൾ ആരാധിച്ചാൽ കുറ്റം, അവർ മ്ലേച്ഛതയുള്ള മനുഷ്യരാണ്, അവർ അശുദ്ധരാണ്, അവരോട് കൂട്ടുകൂടരുത്, അവരോട് മിണ്ടരുത് എന്നും പറഞ്ഞ് എന്നും ഇവർ എവിടുന്നാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഹിന്ദുക്കളോട് മിണ്ടരുത്. മറ്റും മമ്പുറം തങ്ങളുടെ പ്രധാന കൈകാര്യകർത്താവ് ഒരു ഹിന്ദു ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്താ മുസ്ലിങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. അതെന്താ നിങ്ങൾ മറന്നുപോകുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ, ഭാരതത്തിലുള്ള പ്രത്യേകിച്ച് മലയാളികളായ എല്ലാ ഹൈന്ദവ വിഭാഗക്കാരും പ്രത്യേകം ഓർക്കണം, നിങ്ങളോട് പുച്ഛം മാത്രമേ അവർക്ക് എന്നും. അങ്ങനെ നിങ്ങൾ പുച്ഛത്തോടെ ഒരാൾ കളിയാക്കിയപ്പോൾ അതിനോട് പ്രതികരിച്ചതിന്റെ പേരിലാണ് എന്നെ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ അവർ ഉപയോഗിച്ച് നിന്ദിക്കുന്നത്. ചുരുക്കത്തിൽ ഇയാൾക്ക് കുറച്ച് വർഗീയവാദികളുടെ പിന്തുണ കിട്ടണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, വർഗീയത ഒക്കെ ഇട്ടെറിഞ്ഞാൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണെന്ന് അറിയാം. നിങ്ങൾക്കറിയാം, ഇന്ന് സാക്ഷാൽ മുഹമ്മദ് നബി കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുന്ന ആൾ പോക്സോ കേസിൽ അകത്തായിരിക്കും. കാരണം 6 വയസ്സുള്ള പെണ്ണിനെ കെട്ടി 9. ഞാൻ പറയുന്നില്ല, ഇയാൾക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്ന വേർഡ് വേറെയാണ്. അപ്പോൾ ഇതുപോലൊരു വർഗീയവാദിക്കെതിരെ എന്താ കേസെടുക്കാത്തത്? ഓരോ മുൻകാല നേതാക്കന്മാരായിരുന്നു. ഇയാളെന്താ ഗാന്ധിജിയുടെ കാര്യം പറയാത്തത്? ഇയാളെന്താ EMSൻ്റെ കാര്യം പറയാത്തത്? ഇവരൊക്കെ 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച ആളാണല്ലോ. അപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ളത് തനിച്ച വർഗീയത. ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തി, ക്രിസ്ത്യാനികളെ നിരന്തരം കുറ്റപ്പെടുത്തും. യേശു പഴിച്ചു പെറ്റവനാണ്, ക്രിസ്ത്യാനികൾ ശരിയില്ല, കന്യാസ്ത്രീമാർ ശരിയില്ല, അച്ഛന്മാർ ശരിയില്ല, വാ തുറന്ന് നിരന്തരം ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുന്നു. അതുപോലെ വാ തുറന്ന് നിരന്തരം ഹൈന്ദവരെ ഇങ്ങനെ കളിയാക്കുന്നു, അത് ഹാസ്യ രൂപത്തിൽ. അങ്ങനെ നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തോട് നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഖുർആൻ അൽ അൻഫാൽ 8:60 നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. മുസ്ലിമീങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും യുദ്ധത്തിന് തയ്യാറായി നിന്ന് അമുസ്ലിമീങ്ങൾ എപ്പോഴും ഭയത്തിൽ നിർത്തണം, മുസ്ലിങ്ങളെ എപ്പോഴും ഭയത്തിൽ നിർത്തണം. അപ്പൊ എന്നെയും ഭയത്തിൽ നിർത്താൻ വേണ്ടിയാണ് ഇവര് കമന്റ് എഴുതുന്നത്, ഇവർ പ്രസംഗിക്കുന്നത്, ഇവർ വൈറലാക്കുന്നത്. ഇവർ കുറെ ക്രിസ്ത്യാനികളെയും ചാക്കലിട്ട്, കുറെ ഹിന്ദുക്കളെയും ചാക്കലിട്ട്, പാവപ്പെട്ടവർ അറിയാത്ത അവർ എന്നെ തെറി വിളിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് എവിടെ നിന്ന് തെറി കേട്ടിട്ടുണ്ട്. ആ ഒരു ഇത് കൊണ്ട് തീർക്കുകയാണ്. ഏതൊരു വിമർശനമാണെങ്കിലും അത് പരിഹാസ രൂപേണയാവരുത്. ഇപ്പോൾ നമ്മളൊരാളെ വിമർശിക്കുകയാണെങ്കിലും പരിഹാസ രൂപേണയാവരുത്. കാര്യങ്ങളായിട്ട് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ യേശു ക്രിസ്തു പഴച്ചു പറ്റതാണെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറയുന്നു, എനിക്കറിഞ്ഞൂടാ. വല്ല മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഈസാ നബി അലൈഹിസ്സലാമാണ്.
അപ്പോൾ ഇങ്ങനെ ഇതൊന്നും നമ്മൾ ആദരവോടുകൂടി കാണുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമല്ല വിചാരിച്ചോ. എന്നാലും ഓരോ മതക്കാരും അവരവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും റെസ്പെക്റ്റോടുകൂടി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം, അതാണൊരു വിശ്വാസി. പക്ഷേ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവലുണ്ട്. ഇനി ഇവിടെ പരാതി കൊടുത്തത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ വർഗീയത പറയും, ഒരു പ്രയോജനമില്ല. തിരിച്ചൊരു മുസ്ലിം എങ്ങാനും പറഞ്ഞു നോക്ക്, അപ്പോൾ കേസായി, UAP ആയി, പിന്നെ അവൻ്റെ കഥ കഴിയും. എന്തായാലും ഈ ഒരു അച്ഛനെ കുറിച്ചിട്ട് മുമ്പൊക്കെ ഒരുപാട് മുസ്ലിംസാണ് ഈ അച്ഛൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്തിരുന്നത്. കാരണം നല്ല ദാമ്പത്യ വിഷയങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ട് ഇയാളുടെ ഉള്ളിലുള്ള ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞത് ഭാര്യയാണ്. ഭാര്യ ഉപേക്ഷിച്ച് പോയി, മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പോൾ അയാളത് ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആ വർഗീയ വിഷം ഇങ്ങനെ തികറ്റി വരുന്നല്ലോ, അത് പുറത്തേക്ക് ഇടുകയാണ്. ഇതിനെതിരെ നിയമപരമായിട്ട് നീങ്ങാണ് വേണ്ടത്. ഇവിടുത്തെ ഹിന്ദുക്കളെയും ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെയും മുസ്ലിങ്ങൾ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല. അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അവരൊക്കെ ഇസ്ലാമത്തിലേക്ക് വന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പുറത്തുനിന്ന് വന്ന ആര്യന്മാർ ഇവിടുത്തെ താഴ്ന്ന വർഗ്ഗക്കാരോട് മോശമായിട്ട് പെരുമാറി അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പിടിച്ചടക്കി പലതും വയനാടും അതിരുങ്ങല്ലൂർ ഭാഗത്തൊക്കെ തകർക്കപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമ്മൾ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ വന്ന ആര്യന്മാരാണ് ഇവിടെ തകർത്തത്. എന്താണ് ഈ കഥകൾ, ഈ ചരിത്രം പറയാത്തത്? അന്ന് പിന്നീട് വന്ന മുസ്ലിംസാണ് താഴ്ന്ന ജാതിക്കാരാണെങ്കിലും അവരെ ചേർത്ത് പിടിച്ചതോടുകൂടി പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കേണ്ടായി. അംബേദ്കർ അടക്കം അവസാനം മതം മാറേണ്ടി വന്നില്ലേ? അംബേദ്കർ പിന്നീട് ബുദ്ധമതം സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ മതങ്ങൾ വിട്ടുപോകേണ്ടി വന്നത് അവർ തന്നെ തമ്മിൽ തല്ലുകൂടിയിട്ടാണ്. നമ്മുടെ ഭാരതത്തിൽ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൈകൂപ്പുക ചെയ്യുക. എന്താ ഭാരതത്തിൽ കൈകൂപ്പൽ ഉണ്ടാവാൻ കാരണം എന്നറിയോ? വേറൊരാളെ തൊട്ട് തീണ്ടത് ഇങ്ങനെ കൈ കൊടുക്കുന്ന ശീലം, അത് താഴ്ന്ന ജാതിക്കാരാണെങ്കിലും അപ്പം ഇങ്ങനെ മേല് തൊടാതെ കൈകൂപ്പുന്ന ഒരു ശീലമാണ് ഭാരതത്തിൽ ഉണ്ടാകുന്നത്. ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനാണ്, മുസാഫഹത്ത് ചെയ്യാനാണ്, ചേർത്ത് പിടിക്കാനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരുപാട് ദുരാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട്. മാറുമറക്കാത്ത ആളുകളെ ശിക്ഷിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അവരെ മാറുമറക്കുന്നിടത്തേക്ക് എത്തിച്ചത് ടിപ്പു സുൽത്താനാണ്. ഇങ്ങനെ ഓരോ ഭരണാധികാരികളും അവരുടെ കാലത്ത് അവരുടേതായ രീതിയിൽ സാമൂഹിക പരിവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇയാൾ പറഞ്ഞത് കേട്ടാത്തൊന്നും ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നുകളയാനാണ്. പിന്നെ ഖുർആനിലെ ഖിത്താലി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. ഖിത്താലി എന്ന് പറഞ്ഞാൽ അതിന് പരിശ്രമം എന്നാണ് ഖുർആനിൽ പ്രമുഖമായ അർത്ഥം. യുദ്ധം എന്ന് മാത്രമൊന്നുമല്ല. അതാദ്യം നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കുക. അതിന് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഖുർആനിലെ ഖിത്താലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൾഫ് നാടുകളിൽ പോയൊക്കെ, ഈജിപ്തിൽ പോയൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഖിത്താൽ. നിങ്ങൾ ആ കാര്യം പരിശ്രമിക്കൂ, നന്നായി തിന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ഖിത്താൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പരിശ്രമിക്കുക. ഇങ്ങനെ ഖുർആനിൻ്റെ വാക്കുകളെ സന്ദർഭോചിതമായി അടർത്തിയെടുത്ത് പദാനുപദ തർജ്ജമകൾ മാത്രം കൊടുത്ത് ഖുർആൻ ഒരു യുദ്ധക്കൊതിൻ്റെ ഗ്രന്ഥമാക്കി മാറ്റുന്ന, അതിന് നമ്മളും കുറേ കാരണക്കാരാട്ടോ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട്. അത് ഏറ്റുപാടാണ് ഇവർ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ പറയാം, ആചാരങ്ങൾ പറയാം. അത് മാന്യമായിട്ടും നല്ല നിലയിലും പറയാം. ഒരാളെ പരിഹസിക്കാതെ പറയാം. ഒരാളെ വിശ്വാസത്തിൽ ഇതെന്താ, ഒരാൾ മറ്റാളെ പരിഹസിക്കും, തിരിച്ചവിടെ നിങ്ങണ്ട് പരിഹസിക്കും. പിന്നെ ഈ പരിഹാസം വേറെ രീതിയിലേക്ക് എത്തും, ബോഡി ഷേമിങ്ങിലെത്തും. പിന്നെ അതെന്തായിട്ട് മാറുകയാണ്? മറ്റവൻ്റെ മതങ്ങളെ വരെ അവഹേളിക്കുന്നിടത്തേക്ക് എത്താണ്. ഇതിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ് വീണ്ടും ഇത് ആവർത്തിക്കാൻ കാരണം. ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് ഒരുങ്ങുന്നുണ്ട്. 2500ഓളം US മറീനുകളാണ് ഹോർമുസ് കടലിടുക്കിലേക്ക് വന്നിട്ടുള്ളത്. അവർക്കൊരു ട്രിപ്പോളി എന്ന് പറയുന്ന വലിയൊരു ഷിപ്പുണ്ട്. ആ ഷിപ്പിൽ ബോട്ടുകളുണ്ട്, അതേപോലെ യുദ്ധവിമാനങ്ങളുണ്ട്, വലിയ സൗകര്യം, ഹോസ്പിറ്റലുകളുണ്ട്, വലിയ സൗകര്യങ്ങളുള്ള ട്രിപ്പോളി എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ഈ ഒരു US മറീനുകൾ തമ്പടിച്ചിട്ടുള്ളത്. US കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയാണോ വിജയിക്കുക അതോ ഇറാനാണോ വിജയിക്കുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം മറീനുകൾ എന്ന് പറഞ്ഞാലും ഏത് സാഹചര്യത്തിലും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരു പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു സൈനിക വിഭാഗമാണ് US മറീനുകൾ. അവരാണ് ഇവിടേക്ക് ഇറാനിലേക്ക് കരയുദ്ധത്തിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത്. ഉത്തരവ് കിട്ടുന്നു അന്ന് തുടങ്ങും. ഏതായാലും വൈകാതെ തന്നെ കരയുദ്ധം ആരംഭിക്കുമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അവരെങ്ങാനും US മറീനുകളെങ്ങാനും ഇറാനിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ അവരെ കൊത്തി അരിഞ്ഞ് സ്രാവുകൾക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കരയുദ്ധം നടത്തിക്കഴിഞ്ഞാൽ ഇറാനെ തോൽപ്പിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.